അക്ഷയ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ കാലതാമസം ഒഴിവാക്കുക, പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU നേതൃത്വത്തിൽ മലയോരത്തെ വിവിധ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുക്കത്ത് രമേശ് ബാബുവും തിരുവമ്പാടിയിൽ KM മുഹമ്മദ് അലിയും കാരശ്ശേരിയിൽ T വിശ്വനാഥനും മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ കാലതാമസം ഒഴിവാക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുക, പകർച്ചപ്പനി നിവാരണത്തിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മുക്കം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന തകർക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർഷക തൊഴിലാളികൾ 19 കൊല്ലക്കാലമായി സംഘടിച്ച് നേടിയെടുത്ത നിരവധി ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളോട് UDF ഏതേത് സമയത്ത് അധികാരത്തിൽ വരുന്നോ ആ സന്ദർഭങ്ങളിലെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചത് എന്ന് കാണാൻ കഴിയും. P പ്രേംനാഥ് അധ്യക്ഷനായി. KT ബിനു, മാളുക്കുട്ടി, പുഷ്പവല്ലി, പള്ളത്ത് ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. PC ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കാരശ്ശേരി കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസ് മാർച്ച് CPIM ഏരിയ സെക്രട്ടറി T വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. K ശ്രീധരൻ, K ശിവദാസൻ, M ഗോവിന്ദൻകുട്ടി, T പാർവതി, TK സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടിയത്തൂർ വില്ലേജ് ഓഫീസ് മാർച്ച് CPIM ലോക്കൽ സെക്രട്ടറി ജോണി എടശ്ശേരിയാണ് ഉദ്ഘാടനം ചെയ്തത്. P ഷിനോ, CTC അബ്ദുള്ള, കരീം കൊടിയത്തൂർ, KP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. KSKTU തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KM മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. CPIM തിരുവമ്പാടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കാരശ്ശേരി കക്കാട് വില്ലേജ് ഓഫീസിലേക്ക് KSKTU നേതൃത്വത്തിൽ നടന്ന മാർച്ച് KT ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കൂടരഞ്ഞി വില്ലേജ് ഓഫീസ് മാർച്ച് KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. തോമസ് മാത്യു അധ്യക്ഷനായിരുന്നു. അരുൺകുമാർ, M ശശി, KK കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം തിരുവമ്പാടി.